പ്രിയമുള്ളവരെ, അപ്പോൾ ലോകാവസാനത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, വാട്ട് ഈസ് ദ സയൻസ് ഓഫ് ദ ലാസ്റ്റ് ഡേയ്സ് എന്നതിനെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ദ പ്രസൻറ്റ് ഏജാണ്, ഇന്നത്തെ ഈ കാലഘട്ടത്തെക്കുറിച്ചാണ്. അതായത് സ്പിരിച്വൽ വാർഫെയർ ആൻഡ് പ്രീച്ചിങ് ഓഫ് ദ ഗോസ്പൽ, അതായത് പരിശുദ്ധാത്മാവിൻ്റെ പോരാട്ടവും പ്രീച്ചിങ് ഓഫ് ദ ഗോസ്പൽ, സുവിശേഷ പ്രസംഗവും, അതാണ് ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് മത്തായി സുവിശേഷം 28 അധ്യായം 19-20 വാക്യങ്ങളും 2 തിമോത്തി 3 അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളുമായി കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. യെസ്, ദ സ്പിരിച്വൽ വാർഫെയർ and preaching of the gospel. Matthew chapter 28 verses 19 to 20. അതിൽ പറയുന്നത്, ജീസസ് told us to make disciples of all nations. നിങ്ങൾ ലോകത്തിൽ എല്ലായിടവും ചെന്ന് സകലരെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. Because Jesus is Lord of the universe, we must go and establish His rule in every corner of the earth. He is the Lord of all nations and we must go to all nations. അപ്പോൾ കർത്താവ് എന്താ പറയുന്നത്? ബിക്കോസ് ജീസസ് ഈസ് ലോർഡ് ഓഫ് ദി യൂണിവേഴ്സ്. യേശു ഈ ലോകത്തിൻ്റെ രക്ഷിതാവാണ്, കർത്താവാണ്. വി മസ്റ്റ് ഗോ ആൻഡ് എസ്റ്റാബ്ലിഷ് ഈസ് റൂൾ ഇൻ എവറി കോർണർ ഓഫ് ദി എർത്ത്. അതുകൊണ്ട് തന്നെ അവൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ചെന്ന് അറിയിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ഹി ഈസ് ദ ലോർഡ് ഓഫ് ഓൾ നേഷൻ ആൻഡ് വി മസ്റ്റ് ഗോ ടു ഓൾ നേഷൻ. അവൻ സകല ലോകത്തിൻ്റെയും കർത്താവായിരിക്കെ നാം സകല ലോകത്തിലും ചെന്ന് അവൻ്റെ സുവിശേഷം അറിയിക്കണം. ഹി ടോൾഡ് us not only to teach and preach but to make disciples. അത് നമ്മൾ പറഞ്ഞെന്താ? നിങ്ങൾ ലോകം മുഴുവൻ ചെന്ന് എൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക മാത്രം ആയില്ല. പിന്നെന്താണ്? ടു മേക്ക് ഡിസൈപ്പിൾസ്, അവരെ നിങ്ങൾ എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ദിസ് ഈസ് അവർ മെയിൻ കമ്മീഷൻ. അതാണ് നമ്മുടെ പ്രധാന ദൗത്യം. വി മസ്റ്റ് ബാപ്റ്റൈസ് ന്യൂ ഡിസൈപ്പിൾസ് ഇൻ ദ നെയിം ഓഫ് ദി ഫാദർ ആൻഡ് ഓഫ് ദി സൺ ആൻഡ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. അങ്ങനെ അവരെ വിശ്വാസത്തിൽ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങളവരെ എന്ത് ചെയ്യണം? ബാപ്റ്റൈസ് ചെയ്യണം. അവരെ ജ്ഞാനസ്നാനം നൽകണം. എങ്ങനെ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് നിങ്ങൾ സ്നാനം നൽകണം. ദ ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് ആർ വൺ ഗോഡ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരു ദൈവമാണ്. നോട്ട് 3 ഗോഡ്സ്, അത് 3 ദൈവങ്ങളല്ല. ഗോഡ് ഈസ് ട്രൂ ഇൻ, ദൈവം എന്ന് പറയുന്നത് ത്രിത്വമാണ്. ഈസ് 3 ഫോംസ് ഓർ മോഡ്സ് ഓഫ് എക്സിസ്റ്റൻസ്. അങ്ങനെ ദൈവത്തിൻ്റെ 3 ആളത്വത്തിലാണ് നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. He is the Almighty God, the creator of heaven and earth. ആകാശം ഭൂമിയും സൃഷ്ടിച്ചവനായ, സകലതിനെയും സൃഷ്ടിച്ചവനായ സർവശക്തനായ ദൈവം. മറ്റേത് He is the Son, അവൻ തന്നെയാണ് പുത്രൻ, ജീസസ്, ദി വൺ ട്രൂ ഇൻകാർണേഷൻ, അതായത് ദൈവത്തിൻ്റെ അവതാരമായ മനുഷ്യൻ. Who came to earth to save us. അവൻ ഭൂമിയിലേക്ക് വന്നത് പാപികളെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ആൻഡ് തേർഡ് ഈസ് ദി ഹോളി സ്പിരിറ്റ്. മൂന്നാമത്തേത് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ഹു ലിവ് ഇൻ ദി ഹാർട്ട്സ് ഓഫ് us ആൻഡ് ഗിവ്സ് us ലൈഫ്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. അവൻ നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്നു. വിൽ ബി മൈ വിറ്റ്നസ് ഇൻ ജെറുസലേം ആൻഡ് ഇൻ ഓൾ ജൂഡിയ ആൻഡ് സമാരിയ ആൻഡ് ടു ദി എൻഡ്സ് ഓഫ് ദി എർത്ത്. നിങ്ങൾ യെരുശലേമിലും ജൂഡിയയിലും ശമരിയയിലും മാത്രമല്ല, ലോകത്തിൻ്റെ എല്ലാ എൻഡ്സ് ഓഫ് ദ എർത്ത് എന്നാണ് പറഞ്ഞത്. ലോകത്തിലെ ഭൂമിയുടെ എല്ലാ അറ്റത്തും ചെന്ന് എൻ്റെ സുവിശേഷം അറിയിപ്പീൻ എന്നാണ് കർത്താവ് നമ്മോട് പറഞ്ഞത്. ഐ വിൽ നോട്ട് ലീവ് യു ആൻഡ് ഓർഫൻസ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഐ വിൽ കം ടു യു. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. ബിക്കോസ് ഐ ലീവ്, ഞാൻ ജീവിച്ചിരിക്കുന്നു. യു ഓൾസോ ലീവ് വിത്ത് മീ. അതുകൊണ്ട് നിങ്ങളും എന്നോട് കൂടെ ജീവിക്കും. ഓൺ ദാറ്റ് ഡേ യു വിൽ റിയലൈസ് ദാറ്റ് ഐ ആം ഇൻ മൈ ഫാദർ ആൻഡ് യു ആർ ഇൻ മീ ആൻഡ് ഐ ആം ഇൻ യു. അന്ത്യനാളിൽ നിങ്ങൾ മനസ്സിലാക്കും ആ സത്യം. എങ്ങനെ? ഐ ആം ഇൻ ഫാദർ, ഞാൻ പിതാവിലും
ആൻഡ് യു ആർ ഇൻ മീ, നിങ്ങൾ എന്നിലും, ആൻഡ് ഐ ആം ഇൻ യു, ഞാൻ നിങ്ങളിലും വസിക്കും. എന്ന് പറഞ്ഞാൽ എന്താ? ദൈവവും യേശു ക്രിസ്തുവും, അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അതുപോലെ തന്നെ അവരിൽ വിശ്വസിക്കുന്നതായ സകല ജനങ്ങളും ഒന്നിച്ച് ഒരു കൂടാരത്തിൽ വസിക്കും എന്നാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഇഫ് ജീസസ് ഈസ് ഇൻ അസ്, ഹിസ് അതോറിറ്റി ഈസ് ഓൾസോ ഇൻ അസ്. യേശു ആണ് നമ്മുടെ കർത്താവെങ്കിൽ അവൻ്റെ കർത്തൃത്വത്തിൽ നാം ഉള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് ഹിസ് അതോറിറ്റി ഈസ് ഓൾസോ ഇൻ അസ്. അവൻ്റെ ആ ചുമതല മുഴുവൻ നമ്മളിൽ നിക്ഷിപ്തമാണ്. ആസ് വി ഗോ ഔട്ട് ഇൻ ടു ദി വേൾഡ്, ക്രൈസ്റ്റ് ഗോസ് വിത്ത് അസ്. അങ്ങനെ അവൻ്റെ സുവിശേഷമായി ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുമ്പോൾ കർത്താവ് നമ്മളോട് കൂടെ പോരുന്നു. വി ഷാൽ നെവർ ബി അലോൺ. നാം ഒരിക്കലും അന്യാധീനപ്പെടുന്നില്ല, അല്ലെങ്കിൽ നാം ഒറ്റപ്പെട്ടു പോകുന്നില്ല. ഷേർലി ഐ വിൽ ബി വിത്ത് യു ഓൾവേസ് ടു ദി വെരി എൻഡ് ഓഫ് ദി ഏജ്. ഞാൻ ലോകാവസാനം വരെ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നാണ് കർത്താവ് പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ 2 തിമോത്തി എന്താണ് പറയുന്നത്? പോൾ റോട്ട് ദാറ്റ് ലാസ്റ്റ് ഡേയ്സ് ഹാഡ് ഓൾറെഡി ബിഗൺ. അപ്പോൾ ലാസ്റ്റ് ഡേയ്സ് ഹാഡ് ഓൾറെഡി ബിഗൺ. ഈ അന്ത്യനാൾ എന്ന് പറഞ്ഞത് അത് എന്നോ തുടങ്ങിക്കഴിഞ്ഞ ഒരു കാര്യമാണ്. ദ ലാസ്റ്റ് ഡേയ്സ് മീൻസ് ദ പീരീഡ് ഓഫ് ദ ടൈം ബിറ്റ്വീൻ ക്രൈസ്റ്റ് ഫസ്റ്റ് കമ്മിങ് ആൻഡ് ഈ സെക്കൻഡ് കമ്മിങ്. അതായത് യേശുവിൻ്റെ ആദ്യത്തെ വരവിൻ്റെയും ഇനി വരാനിരിക്കുന്ന രണ്ടാമത്തെ വരവിൻ്റെയും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ലാസ്റ്റ് ഡേയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ യേശു ക്രിസ്തു വന്നു കഴിഞ്ഞു, നമുക്കറിയാം. യേശു ക്രിസ്തു വന്നു കഴിഞ്ഞു. ഇപ്പോൾ 2024 വർഷം കഴിഞ്ഞു എന്നാണ് നാം പറയുന്നത്. അങ്ങനെ ഈ കാലഘട്ടം യേശു ക്രിസ്തു വന്നു, ഇനി വരാനിരിക്കുന്ന കാലഘട്ടം. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ളതായ ഈ പീരീഡിനെയാണ് ലാസ്റ്റ് ഡേയ്സ് എന്ന് പറയുന്നത്. അതാണ് അന്ത്യനാളുകൾ. ദിസ് ഈസ് ദി സെക്കൻഡ് കമ്മിങ് ഓഫ് ദ ലാസ്റ്റ് ഡേയ്സ്. അപ്പോൾ അതുകൊണ്ട് ഈ കാലഘട്ടം എന്ന് പറഞ്ഞ് യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ കാലഘട്ടമാണ്. സോ വി മസ്റ്റ് ടേൺ അവേ ഫ്രം വിക്കറ്റ്നെസ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നാം നമ്മുടെ പാപത്തിൽ നിന്നും സകല തെറ്റുകളിൽ നിന്നും സകല ശിക്ഷാവധിയിൽ നിന്നും നാം എങ്ങനെ അകന്നു നിൽക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പൂർവികരെന്താ ചെയ്തത്? ദൈവത്തെ മറന്ന്, ദൈവത്തെ അനുസരിക്കാതെ, അവനെ ധിക്കരിച്ച് നടന്നതുകൊണ്ട് അവർ അനുഭവിച്ചതായ കഷ്ടങ്ങളും പ്രയാസം ദുരിതങ്ങളും ഒക്കെ നാം മനസ്സിലാക്കിയിട്ടുണ്ട് ബൈബിളിൽ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആ നിലയിലേക്ക് നിങ്ങൾ വീണ്ടും പോകരുത് എന്നാണ് കർത്താവ് നമ്മോട് പറഞ്ഞത്. അതുകൊണ്ട് എന്താ പറഞ്ഞത്? വി മസ്റ്റ് ടേൺ അവേ ഫ്രം വിക്കറ്റ്നെസ്. നിങ്ങളുടെ ദുഷ്ടതയിൽ നിന്നും, നിങ്ങളുടെ അന്ധകാരത്തിൽ നിന്നും, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ വിട്ടുതിരിയുവീൻ. ക്രൈസ്റ്റ് മോസ്റ്റ് ഡേഞ്ചറസ് എനിമീസ് ആർ ദോസ് വിതിൻ ദി ചേർച്ച്. അപ്പോൾ കർത്താവിൻ്റെ പ്രധാനപ്പെട്ട ശത്രുക്കൾ എന്ന് പറയുന്നത് എവിടെയാണ്? അവർ ഈ പള്ളിക്കകത്താണ് ഉള്ളത്, ഈ സഭയ്ക്കകത്താണ് ഉള്ളത്. ക്രിസ്ത്യാനികളുടെ സഭയ്ക്കകത്തുള്ളതായ അവർ തന്നെയാണ് കർത്താവിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്നാണ് ബൈബിൾ പറയുന്നത്. 2 enemies within the church can do more than 2000 enemies outside the church. പുറത്തുള്ള 2000 അക്രൈസ്തവരെക്കാൾ ഏറ്റവും കൂടുതൽ ക്രിസ്തുവിനെ ദ്രോഹിക്കാൻ കഴിയുന്നത് ഈ സഭയ്ക്കകത്തുള്ള 2 കപട ക്രിസ്ത്യാനികളാണ്. അപ്പോൾ ഒരു സഭയ്ക്കകത്തുള്ള കാപട്യം നിറഞ്ഞ ക്രിസ്ത്യാനികൾ അതാണ്. അപ്പോൾ സഭയ്ക്കകത്തുള്ള 2 ക്രിസ്ത്യാനികൾ ദൈവത്തെ ദ്രോഹിക്കുന്നതിനേക്കാൾ അധികമായി ഒന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ 2 enemies within the church can do more than 2000 enemies outside the church. അപ്പോൾ 2000 അക്രൈസ്തവരെക്കാൾ ദൈവത്തിന് അല്ലെങ്കിൽ ക്രിസ്തുവിന് ഏറ്റവും ദ്രോഹമായിട്ടുള്ളത് ഈ സഭയ്ക്കകത്തുള്ള 2 വിശ്വാസികളാണ്, അതായത് അവിശ്വാസികളാണ്. When one looks from the outside, they appear godly. പുറമേ നോക്കുമ്പോൾ അവർ വളരെ വിശ്വസ്തരായ, ആത്മാവിൽ നിറഞ്ഞവരായ ദൈവത്തിൻ്റെ ശിഷ്യന്മാരായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവരുടെ നടപ്പും അവരുടെ വേഷവിധാനങ്ങളും എല്ലാം കാണുമ്പോൾ അവർ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആരാധകരാണെന്ന് നമുക്ക് മനസ്സിലാവും. ബട്ട് ഇൻസൈഡ് ദേ ഹാവ് നോ സ്പിരിച്വൽ പവർ. പക്ഷേ അവരുടെ ഹൃദയത്തിലോ ഒന്ന് നോക്കിയാൽ ആത്മാവിൻ്റെ
കണിക പോലും ഇല്ലാത്തവരാണെന്നാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ കണിക പോലും ഇല്ലാത്തവരായിട്ടുള്ള കാപട്യം നിറഞ്ഞവരാണവർ എന്നാണ് അവരെക്കുറിച്ച് കർത്താവ് പറഞ്ഞത്. ദേ ആർ സ്പിരിച്വലി ഡെഡ്. അവർ ആത്മാവിൽ മരിച്ചവരാണ്. ദേ ആർ സ്പിരിച്വലി ഡെഡ്. Nevertheless, these false Christians deceive many people. സംശയിക്കണ്ട, ഈ പറയുന്ന ഫോൾസ് ക്രിസ്ത്യൻസ്, ഈ കള്ള പ്രവാചകന്മാരായ ഈ കാപട്യം നിറഞ്ഞ ക്രിസ്ത്യാനികൾ തന്നെയാണ് ദൈവത്തിൻ്റെ ഈ ക്രിസ്തുവിൻ്റെ സഭയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ. കണ്ടിന്യൂ ഇൻ വാട്ട് യു ഹാവ് ലേൺ. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെറുപ്പം മുതൽ അഭ്യസിച്ച് വന്നിട്ടുള്ളത്, ബൈബിൾ എന്താണ് നിങ്ങളെ പഠിപ്പിച്ചത്, നിങ്ങൾ അതിലായിരിക്കണം. അത് നിങ്ങൾ തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് മാത്രമല്ല, ഇറ്റ് ഈസ് നോട്ട് ഇനഫ്. അതുമാത്രമല്ല, ടു ലേൺ, ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ഓൺലി ടു ലേൺ. അത് വായിച്ച് പഠിച്ചുകൊണ്ട് മാത്രമായില്ല. വി മസ്റ്റ് കണ്ടിന്യൂ ഇൻ വാട്ട് വി ഹാവ് ലേൺ. നാം എന്താണോ പഠിച്ചത് അതിൽ നാം തുടർന്നു കൊണ്ട് പോകണം. ത്രൂ ദി ടീച്ചിങ്, റെബ്യൂക്കിംഗ്, കറക്റ്റിംഗ് ആൻഡ് ട്രെയിനിങ് ദാറ്റ് കംസ് ഫ്രം സ്റ്റഡിങ് ദ ബൈബിൾ. അതായത് കർത്താവിൻ്റെ ഈ പറഞ്ഞായ വചനങ്ങൾ ബൈബിൾ പഠിക്കുന്നതിൽ നിന്നും നമുക്ക് എന്താണോ ലഭിക്കുന്നത്, അതൊരു പക്ഷേ നമുക്ക് ശാസനയായിരിക്കാം, ഉപദേശമായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് അറിവ് വിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതായിരിക്കാം, ആത്മാവിൻ്റെ വർധനയ്ക്കുള്ളതായിരിക്കാം. എന്തു തന്നെയായാലും അത് അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് അതിൽ വിശ്വസിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകണം. ദ മാൻ ഓഫ് ഗോഡ് വിൽ ബിക്കം എക്വിപ്ഡ് ഫോർ എവറി ഗുഡ് വർക്ക്. അങ്ങനെയാകുമ്പോൾ അവൻ ദൈവത്തിൻ്റെ ദാസനായിരിക്കാൻ യോഗ്യനായിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ദി ലാസ്റ്റ് ഡേയ്സ്. അപ്പോൾ ലോകാവസാനത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഇതാണ്. എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.